കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഓർത്ത നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിലും നമുക്കിടയാവണം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങുകയില്ല, പതറുകയില്ല, പുറകോട്ട് പോകുകയില്ല. യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള സർവശക്തന് നമുക്ക് നന്ദി പറയാം. സഹോദരങ്ങളെ, അവിടുന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. തലയിലെ ഒരു മുടി നിലത്ത് വീണാൽ അതുപോലും എണ്ണപ്പെട്ടിരിക്കാൻ ഈ രാത്രി നമുക്ക് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാം. നമ്മെ നാമായി അറിയുന്ന നമ്മുടെ നിലവുകൾ, നമ്മുടെ വിചാരങ്ങൾ, സങ്കടങ്ങളെല്ലാം അറിയുന്ന ഒരുവനുണ്ട്. ഹാഗർ പറയുന്നത് പോലെ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. സഹോദരങ്ങളെ, ആരും കാണാത്ത ഇടത്ത്, ആരും മനസ്സിലാക്കാത്ത ഇടത്ത്, ആരും അറിയാത്ത ഇടത്ത് നമ്മളെ അറിയുന്ന, മനസ്സിലാക്കുന്ന, കരുതുന്ന, കാക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം തിരിച്ചറിയാൻ നമുക്കിടയാകണം. ഭക്തന്മാരായ ചെറിയവരും വലിയവരും ഒരുപോലെ പറയണം, അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഓരോ ദിവസങ്ങളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുന്ന് നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എല്ലാത്തിൽ നിന്നും നമ്മളെ ഉദ്ധരിക്കുന്ന, നമ്മളെ താങ്ങുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. തിരിഞ്ഞ് നോക്കിയിട്ട് പറ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുവന്നു. അതിനായി നന്ദി പറയാൻ ഒരു പ്രാവശ്യം കൂടെ തയ്യാറാകാമോ? സഹോദരങ്ങളെ, നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. ദൈവം നമ്മളെ നടത്തുന്നു, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് മഹത്വം കരേറ്റാം. 1 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യം വളരെ സുപരിതമാണ്. സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സാഹചര്യങ്ങൾ ദാവീദിന് അനുകൂലമല്ലായിരുന്നു. ഫെലിസ്ത്യ ശക്തികൾ തനിക്കെതിരെ നിൽക്കുകയാണ്. ഇസ്രായേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അനേകർ പട്ടുവീണു. ഫെലിസ്ത്യർ ശൗലിനെയും മക്കളെയും പിന്തുടർന്നു. അങ്ങനെ യുദ്ധം ഏറ്റവും മുറുകി, ഏറ്റവും വിഷമത്തിലായ സമയങ്ങൾ. അങ്ങനെ സൗൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ശത്രു കൊല്ലാതിരിക്കാൻ താൻ പറഞ്ഞ് തന്റെ ആയുധവാഹകനോട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. സ്വന്തം വാളിന്മേൽ തന്നെ വീണ് മരിക്കേണ്ടി വന്നു. അങ്ങനെ ശൗലിന്റെ കുലത്തിനകത്ത് വലിയ തകർച്ചകളുണ്ടായി. ഈ സമയത്ത് ഇസ്രായേൽ ജനമെല്ലാം ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടുക. എന്നിട്ട് ദാവീദിനോട് പറയുകയാണ്,
ഞങ്ങൾ നിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. നീ ശൗൽ രാജാവായിരുന്ന സമയത്ത് ഇസ്രയേലിന് നീ രാജാവായിരുന്നു. നീയാണ് ഇസ്രയേലിനെ നായകനായി നിന്ന് നടത്തിയത്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ ജനത്തെ മേയ്ക്കാൻ നീ തയ്യാറാവണം. ഇസ്രയേലിന് പ്രഭുവായിരിക്കണം എന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിനു മുമ്പ് നമുക്കറിയാം, എല്ലാം താഴ്വരയിൽ ശക്തമായ യുദ്ധമുണ്ടായ സമയത്ത് ജനം തോറ്റ് പിന്മാറിയ സാഹചര്യങ്ങൾ സംജാതമായപ്പോൾ വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, അവിടെ ദാവീദ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നപ്പോൾ ദാവീദിനെ പരിഹസിച്ച് മാറ്റി നിർത്തിയ അവസരങ്ങൾ, നീ ബാലനാണ്, നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ അവസരങ്ങൾ, നിന്നെക്കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് തന്നെ ഒതുക്കി സ്വന്തം സഹോദരങ്ങൾ, കാട്ടിൽ കുറെ ആടുകളെ ഇട്ടേച്ച് നീ എവിടെ, എന്തിന് നിനക്ക് കാര്യമെന്ന് ചോദിച്ച തന്നെ നിരുത്സാഹപ്പെടുത്തിയ അനുഭവങ്ങൾ, ശൗൽ രാജാവിന് പോലും ദാവീദിനോട് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത സന്ദർഭങ്ങൾ. പക്ഷേ അവിടെയും ദാവീദ് പ്രഖ്യാപനം നടത്തി. നമുക്കറിയാം, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് രാജാവേ. ഒരിക്കലൊരു സിംഹവും കരടിയും എന്റെ ആട്ടിൻകൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തപ്പോൾ ഞാൻ അതിനെ ജയിച്ചു. ആ ശക്തമായ ഹിംസമൃഗങ്ങളെ കൊന്ന് ഞാൻ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് തന്റെ അനുഭവം ശൗലിനോട് പങ്കുവെക്കുകയാണ്. അവിടൊക്കെ ദൈവം ദാവീദിനോട് കൂടെയിരുന്നു. ഇന്ന് പകലിലും ദൈവത്തിന്റെ ആത്മാവിന് തന്റെ ജനത്തോട് പറയാനുള്ള ശക്തമായ സന്ദേശം, എവിടൊക്കെ മാറ്റി നിർത്തപ്പെട്ടോ, എവിടൊക്കെ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞോ, നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞോ, അവിടൊക്കെ നിന്നെ ശക്തമായി ഉയർത്താൻ, നിന്റെ നിയോഗത്തെ പുറത്തു കൊണ്ടുവരാൻ, നിന്നിലുള്ള ദൈവിക വിളിയുടെ ആഴങ്ങൾ ദേശത്തുറപ്പിക്കാൻ ഇന്നും നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമുമ്പാകെ തയ്യാറായി കവിണ്ണു വീഴാൻ എത്ര പേർ തയ്യാറുണ്ട്? അവരെ സഹായിപ്പാൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്. അങ്ങനെ ദാവീദ് ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് സപ്പോർട്ട് ചെയ്യാം, നീ തലവനായിരിക്കെ. ദാവീദ് അങ്ങനെ ദാവീദിന്റെ ഒരു കോട്ട അവിടെ ശക്തമായി പണിതു. അവൻ നഗരത്തെ ചുറ്റുമതിൽ പണിത് ഉറപ്പിച്ചു. അതിന്റെ കേടുപാട് തീർക്കാൻ ചിലരെ ചുമതലപ്പെടുത്തി. നമ്മുടെ കുറിവാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സഹോദരങ്ങളെ, ആത്മീക ദൂത്, നീ ഒറ്റപ്പെടുമ്പോ നിന്നെ കൊണ്ട് പറ്റില്ലെന്നൊരു ബാക്ക് ഹിസ്റ്ററി ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഇടത്ത് തന്നെ നിന്റെ അടുത്തേക്ക് ആളുകൾ വന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിന്റെ കൂടെ ദൈവമുണ്ട്, ഞങ്ങളത് കണ്ടു. കഴിഞ്ഞ നാളുകൾ തള്ളിക്കളഞ്ഞവർ നോക്കി നിൽക്കെ ദൈവം നിന്നെ ശക്തീകരിക്കും. കാരണം സൈന്യങ്ങളുടെ യഹോവ നിന്നോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നിന്റെ ദുർഗമാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, ആരൊക്കെ തള്ളിയാലും തള്ളിയവർ നിന്റെ അടുക്കലേക്ക് വരും. നീ ഞങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് മൂവ് ചെയ്യുക. നിന്നെ ദൈവം കണ്ടിരിക്കുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു.
ദൈവത്തിന് നിന്നെ കൊണ്ട് വലിയത് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കുടുംബക്കാരത് പറയാൻ പോകുന്നു, നിന്നെ തള്ളിക്കളഞ്ഞവർ പറയാൻ പോകുന്നു, നിനക്ക് വിലയില്ലെന്ന് കഴിഞ്ഞ മിനിറ്റുകൾ ചർച്ച ചെയ്തവർ പറയാൻ പോകുന്നു. അങ്ങനെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമ്മൾ ശക്തരാകാൻ പോകുകയാണ്. നമ്മൾ ദേശത്ത് ഒരടയാളമാകാൻ പോകുക. കുടുംബക്കാരുടെ മുമ്പിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും പ്രാർത്ഥിക്കുന്നവരാണെന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ദേശത്ത് തെളിയിക്കപ്പെടാൻ പോകുക. സഹോദരങ്ങളെ, ആവർത്തിച്ചു പറയുന്നു, ഇന്നലകളിൽ തള്ളിക്കളഞ്ഞവർ കാണെ ഇന്ന് മേശയൊരുക്കുന്ന, ഇന്ന് പ്രവർത്തിക്കുന്ന, ഇന്ന് കരുതുന്ന, ഇന്ന് നിന്നെ ഉയർത്തുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യം എത്ര പേർ തിരിച്ചറിയാനിടയാകും. അങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കാൻ പോകുന്നു, ദൈവം ശക്തീകരിക്കാൻ പോകുന്നു, ദൈവം നിവർത്താൻ പോകുന്നു. ദൈവം ശത്രു കാണെ മേശയൊരുക്കാൻ പോകുന്നു. നിന്നിലൂടെ ചില വിടുതലുകൾ, ചില വിജയങ്ങൾ. കഴിഞ്ഞ നാളുകൾ പലരും പരാജയപ്പെട്ടയിടത്ത് ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. അവരെ ദൈവം ശക്തീകരിക്കാൻ പോകുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വരാൻ പോകുന്നു. അവർ ആത്മാവിൽ ശക്തരാകാൻ പോകുന്നു. അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ കീഴ്പ്പെടാൻ പോകുന്നു. നിനക്ക് ദൈവം ജയം നൽകാൻ പോകുന്നു. നിന്നെ ദൈവത്തിന് ഇന്ന് പകൽ ഉപയോഗിക്കേണ്ടതുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജനം സ്വതന്ത്രരാകാൻ പോകുകയാണ്. ദൈവാത്മാവിനാൽ നീ നയിക്കപ്പെടാൻ പോകുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നിന്റെ ദുർഗമാണ്. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആത്മാവിന്റെ വലിയ സഹിതം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ഗേഡിയപ്പെടട്ടെ. അവിടുത്തെ ആത്മാവ് നയിക്കുന്നതിനായി സ്തോത്രം. അവിടെ മഹത്വമുള്ള ഭുജം ഇന്ന് പകൽ ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അങ്ങയുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ 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 ഇന്ന് പകലിലും സംഭവിക്കുന്നതിന് സ്തോത്രം. അന്ധകാര വെല്ലുവിളികളുടെ മേൽ ദൈവം ജയം നൽകിയിരിക്കാൻ സ്തോത്രം. ദൈവാത്മാവിന്റെ വലിയ ചലനം ഇന്ന് പകലിലും വ്യാപരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെടുന്നതിന് സ്തോത്രം. ദൈവശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമാകുന്നതിന് സ്തോത്രം. ദൈവാത്മാവിന്റെ ഇടപെടൽ ഇന്ന് പകൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. സൗഖ്യത്തിന് സ്തോത്രം. ദൈവശക്തിക്ക് സ്തോത്രം. കൃപയെന്ന ആർപ്പോട് ഞങ്ങൾ ആണിക്കല്ല് കയറ്റുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, ദൈവിക നിയോഗത്തോടെ മുൻപോട്ട് പോകൂ. നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മളെ പ്രബലമാക്കി ദേശത്ത് വാഴിക്കുന്ന അവിടുത്തെ കാര്യം ഇന്നും വെളിപ്പെട്ടു വരും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.